Hello everyone, welcome to Logic System Design by NEENU. Today in this topic we will discuss about the latches. We know that in a sequential circuit, the output of the circuit depends on the present input and also on the previous output. അതായത് ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ ഒരു ഇൻസ്റ്റൻറ്റിൽ നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂസിനെ മാത്രമല്ല പ്രീവിയസ്ലി ആ ഒരു സർക്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. സോ വി ഷുഡ് ഹാവ് ദ മെമ്മറി എലമെൻറ്റ്സ് ഇൻ ദ സീക്വൻഷ്യൽ സർക്യൂട്ട്സ്. സീക്വൻഷ്യൽ സർക്യൂട്ട്സിനകത്ത് തീർച്ചയായിട്ടും മെമ്മറി എലമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കണം ബിക്കോസ് വി നീഡ് ദ ഔട്ട്പുട്ട് വാല്യൂസ് ഫോർ ദ ഫ്യൂച്ചർ റെഫറൻസ്. To store the output values, we should use memory elements. Okay, then this latch acts as a memory element in sequential circuits. Okay, the latch is basically a storage element. It can latch a 1 or 0. ഒരു സിംഗിൾ ഒരു ലാച്ച് എടുക്കുകയാണെങ്കിൽ it can latch a 1 or 0. Binary 1 or 0 can be stored in a latch. Okay, then this SR latch can be implemented by using the NOR gates and also by using the NAND gates. NOR gates യൂസ് ചെയ്തിട്ടും NAND ഗേറ്റ് യൂസ് ചെയ്തിട്ടും നമുക്ക് ലാച്ചസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഫസ്റ്റ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് NOR ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ലാച്ചസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ്. യൂസിങ് NOR ഗേറ്റ്സ്. ഓക്കെ, ദെൻ നമുക്കൊരു ലാച്ചിൻ്റെ സർക്യൂട്ട് നോക്കാം. NOR ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. Okay, we have two inputs R and S and two outputs are Q and Q bar, and the second input of these two NOR gates are connected back to the output section. ഇതാണ് ഒരു SR ലാച്ചിൻ്റെ ഡയഗ്രാം വരുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം രണ്ട് NOR ഗേറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ട് ഇൻപുട്ട്സ് ഉണ്ട്. വി ഹാവ് മാർക്ക്ഡ് ആസ് R and S. S indicate the set and R indicate reset. Okay, we can call these inputs as set input and reset input. Then രണ്ട് ഔട്ട്പുട്ട്സ് ആണുള്ളത് Q and Q bar. ദിസ് ഈസ് ദ ആക്ച്വൽ ഔട്ട്പുട്ട് ആൻഡ് ദ അതർ ഔട്ട്പുട്ട് ഈസ് ഓൾവേസ് ദ കോംപ്ലിമെൻറ്റ് ഓഫ് ദിസ് വൺ. അതായത് ഈ രണ്ട് ഔട്ട്പുട്ട്സ് നോക്കിയാൽ ഓൾവേസ് ഇറ്റ് വിൽ ബി കോംപ്ലിമെൻറ്റ്സ്. സോ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് Q and Q bar. ഓക്കെ, ദെൻ ഈ ഒരു SR ലാച്ചിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് വരിക നമുക്ക് നോക്കാം. നമ്മൾ എന്തിനാണ് SR ലാച്ച് യൂസ് ചെയ്യുന്നത്? വി ഹാവ് ടു സ്റ്റോർ എ പെർട്ടിക്കുലർ വാല്യൂ. ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യണം. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാച്ചസ് യൂസ് ചെയ്യുന്നത് സീക്വൻഷ്യൽ സർക്യൂട്ട്സിലെ മെമ്മറി എലമെൻ്റ് ആയിട്ടാണ് അല്ലേ. അതായത് നമുക്കറിയാം സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ഡയഗ്രാം എങ്ങനെയാണ് വരുന്നത്, ബ്ലോക്ക് ഡയഗ്രാം എങ്ങനെയാണ് വരുന്നത്? ദർ വിൽ ബി എ കോമ്പിനേഷണൽ സർക്യൂട്ട് ആൻഡ് ദർ വിൽ ബി എ മെമ്മറി എലമെൻറ്റ്. ഓക്കെ, ദെൻ ദ ലാച്ച് ക്യാൻ ബി ആക്ട് ആസ് എ മെമ്മറി എലമെൻറ്റ്. ഇവിടെ ഈ മെമ്മറി എലമെൻറ്റ് എന്ത് ഫംഗ്ഷനാണ് ചെയ്യുന്നത്? ഇവിടെ എന്താണോ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഔട്ട്പുട്ടിനെ കുറച്ച് ടൈമിലേക്ക് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ലാച്ചിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. ആ ഒരു ഫംഗ്ഷൻ ഇവിടെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ ഒരു NOR ഗേറ്റിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് വരുന്നത് നമുക്ക് ആദ്യം നോക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ലാച്ചിൻ്റെ ഓപ്പറേഷൻ മനസ്സിലാവുള്ളൂ. നമുക്ക് നോക്കാം NOR ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ 2 ഇൻപുട്ടിൻ്റെ NOR ഗേറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 ഇൻപുട്ട്സ് ആർ മാർക്ക്ഡ് ആസ് A and B ആൻഡ് ദ ഔട്ട്പുട്ട് ഈസ് Y. ഓക്കെ, ദെൻ എങ്ങനെയാണ് കോമ്പിനേഷൻസ് വരുന്നത്? 4 കോമ്പിനേഷൻസ് ഉണ്ട്. 0 0 0 1 1 0 ആൻഡ് 1 1. ദെൻ ദ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്സ് എങ്ങനെയാണ് വരിക? ഒരു NOR ഗേറ്റിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്? ഇഫ് എനി വൺ input of the NOR gate is equal to 1, then its output will be 0. NOR ഗേറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഓക്കെ, നമുക്കിവിടെ നോക്കാം. ഇവിടെ ഒരു ഇൻപുട്ട് 1 ആണ്. സോ ഔട്ട്പുട്ട് ഈസ് ഇക്വൽ ടു 0. ഹിയർ ഓൾസോ ഔട്ട്പുട്ട് വിൽ ബി 0. ഹിയർ ഓൾസോ ഔട്ട്പുട്ട് വിൽ ബി 0. ദെൻ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ രണ്ട് ഇൻപുട്ടും 0 ആണ്. രണ്ട് ഇൻപുട്ടും 0 വന്നാൽ NOR ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു ട്രൂത്ത് ടേബിൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ ഓപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ഒരു SR ലാച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അതിൻ്റെ ആവശ്യം? നമുക്ക് ഒന്നുകിൽ ഒരു 1 എന്നുള്ളൊരു വാല്യൂ അവിടെ ലാച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 0 എന്നുള്ളൊരു വാല്യൂ അവിടെ ലാച്ച് ചെയ്യണം അല്ലേ. അതായത് സ്റ്റോർ ചെയ്യണം, കുറച്ച് നേരത്തേക്ക് അത് നമുക്ക് സ്റ്റോർ ചെയ്യണം. അതാണ് നമ്മളുടെ ഒരു ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആക്ച്വലി നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് കേസസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഓപ്പറേഷനിൽ. അതായത് ഐദർ ഇറ്റ് വിൽ സ്റ്റോർ എ 1 ഓർ ഇറ്റ് വിൽ സ്റ്റോർ എ 0. രണ്ട് കേസസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യുക, കേസ് 1. കേസ് 1ൽ ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് R ഈസ് ഈക്വൽ ടു 0 ആൻഡ് S ഈസ് ഈക്വൽ ടു 1. ഈ ഒരു കോമ്പിനേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ ലെറ്റ്സ് സീ ഹിയർ R ഈസ് ഈക്വൽ ടു 0 ആൻഡ് S ഈസ് ഈക്വൽ ടു 1.
നമുക്കറിയാം നോർ ഗേറ്റിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് വരുന്നത്. ഒരു ഇൻപുട്ടിൽ 1 വന്നാൽ നമുക്ക് നെക്സ്റ്റ് ഇൻപുട്ട് എന്താ വരുന്നതെന്ന് പോലും നോക്കേണ്ട കാര്യമില്ല. വി ക്യാൻ പ്രെഡിക്റ്റ് ദ ഔട്ട്പുട്ട്. എന്തായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്? ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 വന്നിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഈ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിൽ 0 ആയിരിക്കും. ഇറ്റ് മീൻസ് ദാറ്റ് ക്യൂ ബാർ ഇസ് ഈക്വൽ ടു 0. ദെൻ ഈ ഒരു നോർ ഗേറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഇൻപുട്ടിൽ 0 ആണ് വരുന്നത്. നെക്സ്റ്റ് ഇൻപുട്ടിൽ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, ഇവിടെ നമുക്ക് 0 വന്നാൽ എന്തുണ്ടാവും, രണ്ട് ഇൻപുട്ടും 0 ആണ്, ഔട്ട്പുട്ട് 1 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഓൺ ദ അതർ ഹാൻഡ് ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ദെൻ ദ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 0. അതായത് ഈ ഒരു ഇൻപുട്ടിനെ ആയിരിക്കും ഇനി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദെൻ നമുക്ക് നോക്കാം ഈ ഒരു ഇൻപുട്ടിൽ എന്താണ് വരുന്നത്. ഈ ഒരു ഇൻപുട്ട് എവിടേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ഔട്ട്പുട്ട് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഔട്ട്പുട്ടിൽ എന്താണോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതായിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ദെൻ എന്തായിരിക്കും, 0 ആയിരിക്കും. ഈ ഒരു 0 ആയിരിക്കും ഈ സെക്കൻഡ് ഇൻപുട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫസ്റ്റ് നോർ ഗേറ്റ് ഈസ് ഈക്വൽ ടു 1 ബിക്കോസ് ബോത്ത് ഓഫ് ഇറ്റ്സ് ഇൻപുട്ട്സ് ആർ അറ്റ് 0. ഓക്കെ, ദെൻ ഇപ്പോൾ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് വാല്യൂസ് കിട്ടിയിട്ടുള്ളത്? ക്യൂ ഈസ് ഈക്വൽ ടു 1 ആണ് കിട്ടിയിട്ടുള്ളത്. ക്യൂ ബാർ ഈസ് ഈക്വൽ ടു 0 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. ദെൻ വി ക്യാൻ സേ ദാറ്റ് ദ ലാച്ച് ഈസ് സെറ്റ്. ലാച്ച് ഈസ് സെറ്റ് ബിക്കോസ് ക്യൂ ഈസ് ഈക്വൽ ടു 1. ഒരു സർക്യൂട്ട് എപ്പോഴാണ് സെറ്റായി എപ്പോഴാണ് റീസെറ്റായി എന്ന് പറയുന്നത്? ആ ഒരു പെർട്ടിക്കുലർ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് 1 വന്നാൽ വി ക്യാൻ സേ ദാറ്റ് ദ സർക്യൂട്ട് ഈസ് സെറ്റ്. ആ സെയിം കേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഈ ഒരു ലാച്ചിൻ്റെ ഔട്ട്പുട്ടിൽ 1 വന്നു. ഇതാണ് നമ്മുടെ മെയിൻ ഔട്ട്പുട്ട് വരുന്നത്. ഈ ഒരു ഔട്ട്പുട്ടിനെ നമ്മൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഔട്ട്പുട്ട് ലാച്ചിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഈ ഒരു ഔട്ട്പുട്ടിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. യു ക്യാൻ സീ ദാറ്റ് ദ ക്യൂ ഈസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് ദ ലാച്ച് ഈസ് സെറ്റ്. ഓക്കെ, നമ്മളിവിടെ അപ്ലൈ ചെയ്ത ഇൻപുട്ട് എങ്ങനെയായിരുന്നു? എസ് ഈസ് ഈക്വൽ ടു 1, ആർ ഈസ് ഈക്വൽ ടു 0 ആണ്. അതായത് സെറ്റ് ഇൻപുട്ടിൽ 1 കൊടുത്ത സമയത്ത് ലാച്ച് സെറ്റായി. ഓക്കെ, സോ വി ക്യാൻ കോൾ ദിസ് ഇൻപുട്ട് ആസ് സെറ്റ് ഇൻപുട്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു കേസ് കൺസിഡർ ചെയ്യാം. അതായത് ഇപ്പോൾ എന്താണ് ഉണ്ടായത്? ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു ലാച്ചിൽ നമ്മൾ 1 എന്നുള്ളൊരു വാല്യൂ ലാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. അതായത് നമുക്കിപ്പോൾ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടിൻ്റെ നമുക്കറിയാം, സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ബ്ലോക്ക് ഡയഗ്രം ഒന്നുകൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്കൊരു കോമ്പിനേഷണൽ സർക്യൂട്ട് ഉണ്ടായിരുന്നു. അതിലൊരു ഇൻപുട്ട്സ് വരുന്നുണ്ട്, ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഈ ഒരു ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലാച്ച് വഴി നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ നമ്മളിവിടെ ഒരു ഔട്ട്പുട്ട് 1 വന്ന സമയത്ത് ഈ ഒരു ഔട്ട്പുട്ട് ലാച്ച് വഴി ഫീഡ്ബാക്ക് ചെയ്തു. അതായത് ലാച്ചിൽ ഇപ്പോൾ 1 ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഈ 1 ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ. ദെൻ ഈ ഒരു ഔട്ട്പുട്ട് ഇവിടെ നിന്ന് റിമൂവ് ആയാൽ കൂടെ ഇതൊരു മെമ്മറി എലമെൻ്റ് ആണ് അല്ലേ. ഈ ഒരു മെമ്മറി എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതവിടെ സ്റ്റോർ ചെയ്തിരിക്കണം. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഇൻസേർട്ട് ചെയ്തിട്ടുള്ളൊരു വാല്യൂ, ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഇന്നായിട്ടുള്ളൊരു വാല്യൂവിനെ അവിടെ സ്റ്റോർ ചെയ്യണം. ആ സ്റ്റോറിംഗ് എന്നുള്ളൊരു ആക്ഷൻ അവിടെ നടക്കുന്നുണ്ടോ? വെദർ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ സ്റ്റോറേജ് എലമെൻറ്റ്, അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് റിമൂവ് ചെയ്യാണ്. ഇവിടുന്ന് നമ്മൾ ഔട്ട്പുട്ട് റിമൂവ് ചെയ്താൽ, അതായത് ഈ ലാച്ചിൻ്റെ ഇൻപുട്ട് റിമൂവ് ചെയ്താൽ കൂടെയും നമുക്ക് ഈ ഒരു വാല്യൂ അവിടെ ഉണ്ടായിരിക്കണം, സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അതായത് നമ്മളിവിടെ ലാച്ചിൻ്റെ ഇൻപുട്ട്സ് റിമൂവ് ചെയ്യാൻ പോവാണ്. ലാച്ചിൻ്റെ ഇൻപുട്ട്സ് എന്ന് പറയുന്നത് ഏതാണ്? ആർ ആൻഡ് എസ് ആണ് അല്ലേ. ആർ ആൻഡ് എസ് ഞാൻ റിമൂവ് ചെയ്തു, ഇൻപുട്ട്സ് എല്ലാം റിമൂവ് ചെയ്തു. ദെൻ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം? റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആർ ഈസ് ഈക്വൽ ടു 0, എസ് ഈസ് ഈക്വൽ ടു 0 ആണ് അല്ലേ. ദെൻ എന്തായിരിക്കും വരുന്നുണ്ടാവുക? നമുക്കിവിടെ അറിയാം നോർ ഗേറ്റിൻ്റെ ഓരോ ഇൻപുട്ട്സിലും നമുക്ക് 0s ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ സെക്കൻഡ് ഇൻപുട്ട്. രണ്ടാമത്തെ ഇൻപുട്ട് എന്താണെന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. എന്തായിരിക്കും ഈ സെക്കൻഡ് ഇൻപുട്ടിൽ ഇപ്പോൾ വരുന്നുണ്ടായിരിക്കുക? തൊട്ട് മുൻപ് നമുക്ക് ഔട്ട്പുട്ടിൽ എന്താണോ കിട്ടിയിട്ടുള്ളത് അതാണ് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത് ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുള്ളത് അല്ലേ. ദെൻ ഈ ഒരു ഫസ്റ്റ് നോർ ഗേറ്റിൻ്റെ സെക്കൻഡ് ഇൻപുട്ടിൽ എന്താണ് കിട്ടുക? ഈ ഒരു 0 എന്നുള്ളൊരു വാല്യൂ ആണ് ഇവിടേക്ക് എത്തുന്നുണ്ടാവുക. ഇനി സെക്കൻഡ് നോർ ഗേറ്റിൻ്റെ ഈ ഒരു ഇൻപുട്ടിൽ എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? ഈ ക്യൂ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നൊരു വാല്യൂ ആണ് ഇവിടേക്ക് ഫീഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് നോക്കാം ഈ സെറ്റ് ഓഫ് ഇൻപുട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ദെൻ ഫസ്റ്റ് നോർ ഗേറ്റിൻ്റെ രണ്ട് ഇൻപുട്ട്സിലും വന്നിരിക്കുന്നത് 0, 0 ആണ്. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ 1. ഓക്കെ, ദെൻ സെക്കൻഡ് നോർ ഗേറ്റിൻ്റെ രണ്ട് ഇൻപുട്ട്സിലും വന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? 0 ആൻഡ് 1 ആണ്. ഒരു 1 വന്നിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് നമ്മുടെ പുതിയ ഔട്ട്പുട്ട്സ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? 1 ആൻഡ് 0 ആണ്. ഇറ്റ് ഈസ് സെയിം ആസ് ദ പ്രീവിയസ് ഔട്ട്പുട്ട്സ്. അതായത് നമ്മളിവിടെ ഓൾറെഡി ഫസ്റ്റ് കേസിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആർ ഈസ് ഈക്വൽ ടു 0, എസ് ഈസ് ഈക്വൽ ടു 1 ആയിരുന്നു. ദെൻ ലാച്ച് ഈസ് എ സെറ്റ്, അതായത് ക്യൂ ഈസ് ഈക്വൽ ടു 1 കിട്ടി, നമുക്ക് ക്യൂ ബാർ ഈസ് ഈക്വൽ ടു 0 കിട്ടി. ദെൻ നെക്സ്റ്റ് ഞാൻ എന്താണ് ചെയ്തത്? ആർ ഈസ് ഈക്വൽ ടു 0 അപ്ലൈ ചെയ്തു, എസ് ഈസ് ഈക്വൽ ടു 0 അപ്ലൈ ചെയ്തു. ദെൻ വാട്ട് ഹാപ്പൻഡ്? ക്യൂ ഈസ് റിമൈനിങ് അറ്റ് 1 ആൻഡ് ക്യൂ ബാർ ഈസ് അറ്റ് 0.
അതായത് ക്യൂയുടെ വാല്യൂ 1 ആയിട്ടും ക്യൂ ബാറിൻ്റെ വാല്യൂ 0 ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതായത് തൊട്ട് മുന്നിലത്തെ സ്റ്റേജ് എന്തായിരുന്നോ ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. ദാറ്റ് ഈസ് ദിസ് ലാച്ച് ആക്ട് ആസ് എ മെമ്മറി എലമെൻറ്റ്. We have removed the inputs, that is r is equal to 0 and s is equal to 0. It means that we have removed the inputs. Still the latch is in the set state. അതായത് സെറ്റ് എന്നുള്ളൊരു സ്റ്റേറ്റിൽ തന്നെയാണ് ഇപ്പോഴും ലാച്ച് കണ്ടിന്യൂ ചെയ്യണത് ഈവൻ ദോ വി ഹാവ് റിമൂവ്ഡ് ദ ഇൻപുട്സ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ആക്ട് ആസ് എ മെമ്മറി എലമെൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. സെക്കൻഡ് കേസ്, കേസ് 2. കേസ് 2-ൽ ഞാൻ നോക്കാൻ പോകുന്നത് r is equal to 1 ആൻഡ് s is equal to 0. തൊട്ട് മുന്നിലത്തെ കേസിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, നേരെ തിരിച്ചായിരുന്നു. r is equal to 0, s is equal to 1 ആയിരുന്നു. ഇപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നത് r is equal to 1 ആൻഡ് s is equal to 0 കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും അതിൻ്റെ ഒരു ഓപ്പറേഷൻ വരുന്നത് നമുക്ക് നോക്കാം. ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ രണ്ട് ഇൻപുട്ട്സ് അവിടെ നിന്ന് റിമൂവ് ചെയ്താലും അവിടെ റീറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നല്ല നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ദെൻ we are applying the inputs r is equal to 1 and s is equal to 0. Then consider the first NOR gate. അതിൻ്റെ ഒരു ഇൻപുട്ടിൽ 1 വന്നിട്ടുള്ളതുകൊണ്ട് we can say that its output will be equal to 0. Then second NOR gate കൺസിഡർ ചെയ്യാം. സെക്കൻഡ് NOR ഗേറ്റിൻ്റെ ഇൻപുട്ട്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ഒരു ഇൻപുട്ടിൽ 0 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് നെക്സ്റ്റ് ഇൻപുട്ടിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇൻപുട്ട് എന്താണ് വരുന്നത്? ഈ ഒരു നെക്സ്റ്റ് ഇൻപുട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഔട്ട്പുട്ടിലേക്കാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 0. സോ 0 ഈസ് അവൈലബിൾ ഹിയർ. സോ the two inputs of the NOR gate is equal to 0, 0. Then its output will be equal to 1. Okay, then ഈ ഒരു അവസ്ഥയിൽ we can say that the latch is reset. Its output is equal to 0, so we can say that the latch is reset. That is q is equal to 0 and q bar is equal to 1. The latch is reset. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു കേസിലും അതൊരു മെമ്മറി എലമെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണം. അതായത് നമുക്ക് ഇൻപുട്ടിൽ r is equal to 1, s is equal to 0 കൊടുത്ത സമയത്ത് നമ്മുടെ ലാച്ച് ഇപ്പോൾ റീസെറ്റ് എന്നൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇനി ഈ ഇൻപുട്ട്സ് അവിടെ നിന്ന് റിമൂവ് ചെയ്താലും അത് റീസെറ്റ് എന്നുള്ളൊരു കണ്ടീഷനിൽ തന്നെ ആയിരിക്കണം ഇരിക്കേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമേ അതൊരു മെമ്മറി എലമെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. ദെൻ വി വിൽ ചെക്ക് ദാറ്റ് വി ആർ അപ്ലൈയിങ് r is equal to 0 and s is equal to 0. That is, in other words, we can say that we are removing the inputs. നമ്മൾ രണ്ട് ഇൻപുട്ടും റിമൂവ് ചെയ്യാണെന്നാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ r is equal to 0 and s is equal to 0. Then what will happen? Both the NOR gates depend on the second inputs. Okay, ദെൻ നമുക്ക് നോക്കാം അതർ ഇൻപുട്ട്സ് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം അല്ലേ? ദ q is equal to 0 ആണ്, ഇതാണ് ഇവിടേക്ക് കിട്ടുന്നത്. ദെൻ ഇവിടെ ക്യൂ ബാർ ഇസ് ഇക്വൽ ടു 1 ആണ്. ഈ ക്യൂ ബാർ ആണ് ഫസ്റ്റ് NOR ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ടായിട്ട് വരുന്നത്. ദെൻ എന്തുണ്ടാവും? 0 ആൻഡ് 1 ആർ ദ ഇൻപുട്ട്സ് ഓഫ് ദ ഫസ്റ്റ് NOR ഗേറ്റ്. ഇറ്റ്സ് ഔട്ട്പുട്ട് വിൽ ബി 0. ഒരു 1 വന്നിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ദെൻ സെക്കൻഡ് NOR ഗേറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് രണ്ട് ഇൻപുട്ടും 0 ആണ്. സോ ഇറ്റ്സ് ഔട്ട്പുട്ട് വിൽ ബി 1. ഓക്കെ, യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് റീറ്റെയിൻസ് ഇൻ ദ പ്രീവിയസ് വാല്യൂ. അതായത് തൊട്ട് മുൻപ് നമ്മൾ ഇൻപുട്ട്സ് റിമൂവ് ചെയ്യുന്നതിന് മുൻപ് എന്തായിരുന്നു അതിൻ്റെ വാല്യൂസ് വന്നിട്ടുണ്ടായിരുന്നത്? ക്യൂ ഈസ് ഇക്വൽ ടു 0, ക്യൂ ബാർ ഈസ് ഇക്വൽ ടു 1 ആയിരുന്നു. ആ സെയിം വാല്യൂവിൽ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ലാച്ച് നിൽക്കുന്നത്, ഈവൻ ആഫ്റ്റർ വി ഹാവ് റിമൂവ്ഡ് ഇറ്റ്സ് ഇൻപുട്ട്സ്. ഓക്കെ, സോ ഇറ്റ് ആക്ട് ആസ് എ മെമ്മറി എലമെൻറ്റ്. ഓക്കെ, ദെൻ ഇതാണ് മെയിനായിട്ട് ഈ ഒരു SR ലാച്ചിൻ്റെ രണ്ട് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. r is equal to 1, s is equal to 0 ആണെങ്കിൽ ലാച്ച് എന്ന് പറയുന്നത് റീസെറ്റ് ആവും. റീസെറ്റ് എന്നുള്ളൊരു പിന്നിലാണ് നമ്മൾ 1 അപ്ലൈ ചെയ്തിട്ടുള്ളത്, s എന്നുള്ള പിന്നിൽ നമ്മൾ 0 ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ആക്ഷൻ എന്ന് പറയുന്നത് റീസെറ്റ് ആണ്. ദെൻ അനദർ ഒരു കോമ്പിനേഷൻ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? s is equal to 1, r is equal to 0. അങ്ങനെയാണെങ്കിൽ സെറ്റ് എന്നുള്ളൊരു ഇൻപുട്ടിലാണ് നമ്മൾ 1 അപ്ലൈ ചെയ്തിട്ടുള്ളത്. അവിടെ നടക്കുന്ന ആക്ഷൻ എന്ന് പറയുന്നത് സെറ്റാണ്. ലാച്ച് സെറ്റ് ആവാണ് ചെയ്യുക. ക്യൂ ഈസ് ഇക്വൽ ടു 1 ആയിരിക്കും വരുന്നത്. ഇനി r ഈസ് ഇക്വൽ ടു 0, s ഈസ് ഇക്വൽ ടു 0 ആണെങ്കിൽ, അതായത് നമ്മൾ എടുക്കുന്ന ഒരു കൺസെപ്റ്റ് എന്താണ്? നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണ്. ഇൻപുട്ട്സിനെ റിമൂവ് ചെയ്താൽ കൂടിയും എന്താണ് ഉണ്ടാവുക? പ്രീവിയസ് ഔട്ട്പുട്ട് വാല്യൂ എന്തായിരുന്നോ തൊട്ട് മുൻപിലത്തെ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നത് ആ വാല്യൂ തന്നെ റീറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു കണ്ടീഷനിൽ ദ ലാച്ച് വിൽ ആക്ട് ആസ് ദ മെമ്മറി. ഓക്കെ, ദെൻ ഒരു കേസും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാനുണ്ട്. That is, s is equal to 1 and r is equal to 1. ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെയാണ് നമ്മുടെ ലാച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, s is equal to 1, r is equal to 1. Then both the
NOR gates will have a 1 in its input. അതായത് രണ്ട് NOR ഗേറ്റിനും 1 എന്നുള്ളൊരു ഇൻപുട്ട് അവൈലബിൾ ആണ്. ഒരു 1 വന്നാൽ നമുക്കറിയാം അനദർ ഇൻപുട്ടിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. വി ക്യാൻ predict the output, it will be equal to 0. Here also it will be equal to 0. But this case is a contradictory one because we know that these two outputs are always complementary. Q and Q bar എന്നാണ് നമ്മുടെ ഈ രണ്ട് ഔട്ട്പുട്ട്സ് വന്നത്. അതായത് ഒരു ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്താണോ അതിൻ്റെ നേരെ കോംപ്ലിമെൻറ്റ് മാത്രമേ അടുത്ത ഔട്ട്പുട്ട് വരാൻ പാടുള്ളൂ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഹിയർ. ഇവിടെ രണ്ട് വാല്യൂസും സെയിം ആയിട്ടാണ് വന്നത്. സോ ഇറ്റ് ഈസ് എ നോട്ട് യൂസ്ഡ് കണ്ടീഷൻ, നോട്ട് യൂസ്ഡ് ഓർ ഇൻവാലിഡ് കണ്ടീഷൻ. Okay, this S is equal to 1, R is equal to 1 is a invalid or not used condition in the case of SR latch. ഓക്കെ, അതായത് SR ലാച്ചിൽ നിങ്ങൾക്ക് അറിയാം രണ്ട് ഇൻപുട്ട്സ് ആണ് വരുന്നത്, രണ്ട് ഔട്ട്പുട്ട്സ് വരുന്നുണ്ട് അല്ലേ. രണ്ട് ഇൻപുട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളൊരു ട്രൂത്ത് ടേബിൾ എഴുതുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് എത്ര കോമ്പിനേഷൻസ് വരും? 4 കോമ്പിനേഷൻസ് വരും. ഏതൊക്കെയായിരിക്കും കോമ്പിനേഷൻസ് വരുന്നത്? 0 0 0 1 1 0 ആൻഡ് 1 1 ആണ് നമ്മുടെ കോമ്പിനേഷൻസ് വരുന്നത് അല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ രണ്ട് കോമ്പിനേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ദ ലാച്ച് വിൽ ബി ഐദർ സെറ്റ് ഓർ റീസെറ്റ്. ഈ ഒരു കോമ്പിനേഷനാണ് വരുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലാച്ച് ഒരു മെമ്മറി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് റിമൂവ് ചെയ്തു എന്നുള്ളൊരു കൺസെപ്റ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണിത്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവാലിഡ് കണ്ടീഷനാണ്. SR ലാച്ചിൽ നമ്മൾ യൂസ് ചെയ്യാത്തൊരു കണ്ടീഷനാണ് ഈ 1 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് വരിക എന്നും കൂടെ നോക്കാം. These are the 4 possible combinations that can be applied at the input of an SR latch. SR ലാച്ചിൻ്റെ ഇൻപുട്ടിൽ വരാവുന്ന 4 കോമ്പിനേഷൻസ് ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. 2 ഇൻപുട്ടുള്ള ലാച്ചാണ്, അതുകൊണ്ടാണ് 4 കോമ്പിനേഷൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ കൺസിഡർ ദിസ് കോമ്പിനേഷൻ S is equal to 0 and R is equal to 1. റീസെറ്റ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ടിലാണ് നമ്മൾ 1 അപ്ലൈ ചെയ്തിട്ടുള്ളത്. സെറ്റ് ഇൻപുട്ടിൽ 0 ആണ്. സോ ദ ആക്ഷൻ വിൽ ബി റീസെറ്റിംഗ് ദ ലാച്ച്. ലാച്ച് റീസെറ്റ് ആവാണ് ചെയ്യുന്നത്. അതായത് Q is equal to 0 ആയി. ലാച്ച് റീസെറ്റ് ആവാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് 0 ആവും. ദെൻ Q bar will be automatically 1. The action done is resetting the latch. Then 1 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് S is equal to 1 and R is equal to 0 കൊടുക്കുന്ന സമയത്ത് സെറ്റ് ഇൻപുട്ടിലാണ് 1 അപ്ലൈ ചെയ്തിട്ടുള്ളത് അല്ലേ. റീസെറ്റ് ഇൻപുട്ടിൽ 0 ആണ്. ദെൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നടക്കുന്ന ഒരു ആക്ഷൻ ഉണ്ടാവുക. ലാച്ചിനെ സെറ്റ് ചെയ്യും. ദെൻ Q will be 1 and Q bar will be 0. Then action done is set. ദെൻ ഈ ഒരു കോമ്പിനേഷൻ കൺസിഡർ ചെയ്യാണ്. ഈ ഒരു കോമ്പിനേഷൻ 0 0 എന്നുള്ളൊരു ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുക? പ്രീവിയസ്ലി എന്താണോ നമുക്ക് ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയിരുന്നത് ആ ഒരു ഔട്ട്പുട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഹിയർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് പ്രീവിയസ് ഔട്ട്പുട്ട്. ഇറ്റ് വിൽ ആക്ട് ആസ് എ memory. During this combination it will act as a memory. Then 1 1 we have seen that when we are applying a 1 1 at the input, the latch will be go through a invalid condition. So these combinations are not used or invalid condition. Okay, this will be the truth table corresponding to the SR latch. Okay, now let's see how we can implement this SR latch by using NAND gates. ഇവിടെ നിങ്ങൾക്ക് NOR ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഈ ഡയഗ്രാം നോക്കാം. ഇതിനകത്ത് 2 NOR ഗേറ്റ്സ് വരുന്നുണ്ട്. ഈ 2 NOR ഗേറ്റ്സിനെ നമ്മൾ സിംപ്ലി NAND ഗേറ്റ് യൂസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു NOR ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ SR ലാച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്ത സമയത്ത് ഫസ്റ്റ് OR ഗേറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഇൻപുട്ട് ഏതായിരുന്നു? R ആയിരുന്നു. R എന്നുള്ളൊരു ഇൻപുട്ട് അപ്ലൈ ചെയ്ത OR ഗേറ്റാണ് Q എന്ന് പറയുന്നൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ദെൻ നമ്മൾ NAND ഗേറ്റ് യൂസ് ചെയ്തിട്ട് SR ലാച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു അപ്ലൈ ദ S ഇൻപുട്ട് ഇൻ ദ ഫസ്റ്റ് NOR ഗേറ്റ്. S ഇൻപുട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള NOR ഗേറ്റ് ആയിരിക്കും Q എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഈ ഇൻപുട്ട് ടെർമിനൽസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് NAND യൂസ് ചെയ്തിട്ടുള്ള ഒരു SR ലാച്ചിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇതാണ് NAND ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു SR ലാച്ചിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വന്നിട്ടുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം 2 NAND ഗേറ്റ്സ് ആണ്, 2 ഇൻപുട്ട് NAND ഗേറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് NAND ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ് Q എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് NAND ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് Q ബാർ ആണ്. അതായത് ഈ 2 ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് ഓൾവേസ് കോംപ്ലിമെൻറ്റ്സ് ആയിരിക്കും. ദെൻ 2 ഇൻപുട്ടാണുള്ളത്. ഈ 2 ഇൻപുട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വാല്യൂസ് R ആൻഡ് S ആയിരിക്കും. ബട്ട് comparing to the previous case there is a difference. That is, the input of the first NAND gate is represented as S and the second NAND gate is R.
ഓക്കെ, അതായത് ഫസ്റ്റ് ക്യൂ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന നാൻഡ് ഗേറ്റ് ഏതാണോ അതിൻ്റെ ഇൻപുട്ടിൽ നമ്മൾ എസ് എന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. അതായത് ഇത് സെറ്റ് ഇൻപുട്ടാണ്, ദെൻ ദിസ് ഈസ് ദ റീസെറ്റ് ഇൻപുട്ട്. ഓക്കെ, നമ്മൾ നോർ ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു സർക്യൂട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത സമയത്ത് ഈ ഒരു ക്യൂ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട് ആർ ആയിട്ടും ക്യൂ ബാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എസ് ആയിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ അതാണ് ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിൽ ആകെ വരുന്നൊരു വ്യത്യാസം. ദെൻ നമുക്ക് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ നോക്കാം. ഈ ഓപ്പറേഷൻ നോക്കുന്നതിന് മുൻപ് നമുക്ക് നാൻഡിൻ്റെ ബേസിക് ഒരു ട്രൂത്ത് ടേബിൾ നോക്കണം. ട്രൂത്ത് ടേബിൾ ഓഫ് നാൻഡ് ഗേറ്റ് എന്തായിരിക്കും? രണ്ട് ഇൻപുട്ടിൻ്റെ നാൻഡ് ഗേറ്റാണ് നമ്മൾ യൂസ് ചെയ്തത്, അതുകൊണ്ട് തന്നെ രണ്ട് ഇൻപുട്ടിൻ്റെ നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണ് നമ്മൾ പറയുന്നത്. 0 0 0 1 1 0 and 1 1 are the possible combinations of this NAND gate. Then if there is a 0 at any of its input, then the output will be 1. ഏതെങ്കിലും ഒരു ഇൻപുട്ടിൽ 0 വന്നാൽ നാൻഡ് ഗേറ്റ് വിൽ പ്രൊഡ്യൂസ് എ 1. അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ 2 0 വന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇവിടെയും ഒരു 0 വന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇവിടെ ഒരു 0 വന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഈ ഒരു കേസിൽ നാൻഡ് ഗേറ്റിൻ്റെ രണ്ട് ഇൻപുട്ടും 1 ആണ്, ദെൻ ദ ഔട്ട്പുട്ട് വിൽ ബി 0. ഇതാണ് നാൻഡ് ഗേറ്റിൻ്റെ ബേസിക് ഓപ്പറേഷൻ വരുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ബേസിക് ഓപ്പറേഷൻ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു സർക്യൂട്ടിൻ്റെ ഓപ്പറേഷൻ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കൺസിഡർ ദ ഓപ്പറേഷൻ ഓഫ് SR latch. As I mentioned earlier, actually it has only two cases of operation. Either the latch will be set or the latch will be reset. അതായത് ഒന്നുകിൽ അത് സെറ്റ് ആയിരിക്കും അല്ലെങ്കിൽ അത് റീസെറ്റോ, അങ്ങനെ രണ്ട് സ്റ്റേറ്റ് മാത്രമേ ഒരു ലാച്ചിന് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ദെൻ രണ്ട് ഇൻപുട്ട് ഉള്ളതുകൊണ്ട് 4 പോസിബിൾ കണ്ടീഷൻസ് ഇൻപുട്ടിൽ വരാവുന്നതാണ്. ആ 4 പോസിബിൾ കണ്ടീഷൻസ് ഏതൊക്കെയാണ് വരുന്നത്? S and R are the inputs and the outputs are Q and Q bar. ഓക്കെ, ദെൻ എസ് ആൻഡ് ആർ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും കോമ്പിനേഷൻസ് വരുന്നത്? 0 0 0 1 1 0 ആൻഡ് 1 1. ഇതാണ് പോസിബിൾ ആയിട്ടുള്ള 4 കേസസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഇൻപുട്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 4 കോമ്പിനേഷൻസ് ആണിത്. ഓക്കെ, ഇനി ഓരോ കോമ്പിനേഷൻ വരുന്ന സമയത്തും ഈ ഒരു സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യാം. കേസ് 1. കേസ് 1ൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത് എസ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് ആർ ഈസ് ഈക്വൽ ടു 1 ആണ്. അതായത് എസ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കുകയാണ്, ആർ എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. ഓക്കെ, ദെൻ നമുക്കറിയാം ഒരു നാൻഡ് ഗേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നാൻഡ് ഗേറ്റിൻ്റെ സിംഗിൾ ഇൻപുട്ട് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 വന്നാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. നെക്സ്റ്റ് ഇൻപുട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 വന്നാൽ നമുക്ക് നെക്സ്റ്റ് ഇൻപുട്ട് നോക്കണ്ട, നമുക്ക് ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. വി ക്യാൻ പ്രെഡിക്റ്റ് ദ ഔട്ട്പുട്ട് ആസ് 1. ദെൻ ക്യൂ ഈസ് ഈക്വൽ ടു 1. ദെൻ ഈ ഒരു നാൻഡ് ഗേറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻപുട്ട് 1 ആണ് വരുന്നത് അല്ലേ. ദെൻ ഈ ഒരു ഇൻപുട്ട് 0 ആണ് എങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ഈ ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ദെൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഒരു ഇൻപുട്ട് 1 ആയതുകൊണ്ട് തന്നെ ഈ ഒരു നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഇൻപുട്ട് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. ദെൻ ഈ ഒരു ഇൻപുട്ട് പിന്നിൽ എന്താണ് വരുന്നത്? ഈ ഒരു ഇൻപുട്ട് പിന്നിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ക്യൂ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് വാല്യൂ ആണ് ഇങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ. ദെൻ ക്യൂ ഈസ് ഈക്വൽ ടു 1. സോ ദിസ് ഇൻപുട്ട് ടെർമിനൽ വിൽ ബി ഈക്വൽ ടു 1. ദെൻ the Q bar is equal to 0 because both the inputs of this NAND gate are at 1. ഓക്കെ, സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ് കിട്ടിയത്. അതായത് ഈ ഒരു കോമ്പിനേഷൻ എസ് ഈസ് ഈക്വൽ ടു 0 ആർ ഈസ് ഈക്വൽ ടു 1 എന്നുള്ളൊരു കോമ്പിനേഷൻ നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് എന്താണ് കിട്ടിയത്? Q ഈസ് ഈക്വൽ ടു 1 ആൻഡ് Q bar ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് അവിടെ നടന്ന ഓപ്പറേഷൻ എന്താണ്? Q ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന സമയത്ത് എന്താണ് അവിടെ നടന്നത്? സെറ്റ്. ഓക്കെ, അതായത് നമ്മൾ നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് SR ലാച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്ത സമയത്ത് എസ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കുകയും ആർ ഈസ് ഈക്വൽ ടു 1 കൊടുക്കുകയും ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ലാച്ച് സെറ്റ് ആവുന്നത്. സെറ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് ലോ എന്നുള്ളൊരു കൺസെപ്റ്റിൽ എടുക്കണം. ഈ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ആക്റ്റീവ് ലോ എന്നുള്ളൊരു കൺസെപ്റ്റിൽ എടുക്കണം. അതായത് ഏത് ഇൻപുട്ടിലാണ് നമ്മൾ ലോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ആക്ഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നുണ്ടായിരിക്കും. ഇവിടെ എസ് എന്നുള്ളൊരു ഇൻപുട്ടിലാണ് നമ്മൾ ലോ അല്ലെങ്കിൽ 0 അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആക്ഷൻ ആയിരിക്കും ഏത് ഇൻപുട്ടിലാണ് ലോ സിഗ്നൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു ആക്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതാണ് നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ടുള്ള SR ലാച്ചിൻ്റെ പ്രത്യേകത വരുന്നത്. എല്ലാ ഓപ്പറേഷൻസും ഇൻവേർട്ടഡ് ആയിരിക്കാം. നമ്മൾ ഈ ട്രൂത്ത് ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം അതിനകത്ത് നമ്മൾ നോർ ഗേറ്റ് യൂസ് ചെയ്തിട്ടുള്ള SR ലാച്ചുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാ ഓപ്പറേഷൻസും ഇൻവേർട്ടഡ് ആയിട്ട് വന്നേക്കുന്നത് കാണാം. നമ്മൾ നോർ ഗേറ്റിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് ഈസ് ഈക്വൽ ടു 0 ആർ ഈസ് ഈക്വൽ ടു 1. അതായത് ഈ ഒരു സെയിം കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോർ ഗേറ്റ് വെച്ചിട്ടുള്ള SR ലാച്ച് എങ്ങനെയാണ് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എസ് ഈസ് ഈക്വൽ ടു 0 ആയിരുന്നു, ആർ ഈസ് ഈക്വൽ ടു 1 ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു SR ലാച്ച് റീസെറ്റ് ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നോർ ഗേറ്റിൻ്റെ കണ്ടീഷനാണ്. പക്ഷേ നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് സെയിം ആ ഒരു ഇൻപുട്സിൽ നമ്മൾ സെയിം കോമ്പിനേഷൻ കൊടുത്ത സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആക്ഷനാണ് അവിടെ വന്നത്. അതായത് നമ്മുടെ ലാച്ച് സെറ്റ് ആവുകയാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഈ ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് കോമ്പിനേഷൻ വന്ന സമയത്ത് നമ്മുടെ ലാച്ച് ഇപ്പോൾ സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി അതൊരു മെമ്മറി ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം?
ആ ഒരു സെറ്റ് എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ റീറ്റെയിൻ ചെയ്തിരിക്കണം. അതായത് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഇൻപുട്സ് എന്ന് പറയുന്നത് S=0 R=1 ആണ്. ഈ ഇൻപുട്ട് അവിടെ നിന്ന് റിമൂവ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു സെറ്റ് എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ റീറ്റെയിൻ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ അതവിടെ ഒരു മെമ്മറി എലമെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു ആക്റ്റീവ് ലോ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു കോമ്പിനേഷൻ, കറസ്പോണ്ടിങ് കോമ്പിനേഷൻ വരുന്നത് S=1 ആൻഡ് R=1. ആക്റ്റീവ് ലോ എന്നുള്ളൊരു കൺസെപ്റ്റ് എടുക്കുന്നതുകൊണ്ട് S=1 R=1 കൊടുക്കാന്ന് പറഞ്ഞാൽ രണ്ടും അവിടെ പ്രസൻ്റ് അല്ല, ഇൻപുട്സ് അവിടെ പ്രസൻ്റ് അല്ല. ഓക്കെ, ദെൻ കറസ്പോണ്ടിങ്ങിലി എങ്ങനെയായിരിക്കും അതിൻ്റെ ഓപ്പറേഷൻ വരുന്നുണ്ടായിരിക്കാം നമുക്ക് നോക്കാം. നമ്മൾ ഈ ഇൻപുട്സ് എല്ലാം റിമൂവ് ചെയ്യാണ്. ദെൻ വി ആർ അപ്ലൈങ് S=1 ആൻഡ് R=1. ഓക്കെ, ദെൻ ഇത് 1 ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് അനദർ സെക്കൻഡ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ രണ്ട് NAND ഗേറ്റും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് പാത്ത് നോക്കാം. Q=1 ആണ്. ഈ 1 എന്ന് പറയുന്നത് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇവിടെ Q=0 ആണ്. ഈ ഒരു 0 ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ ഇവിടെ ഒരു സിംഗിൾ ഇൻപുട്ടിൽ 0 വരുന്നതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ ബി 1. ദെൻ ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് ഇൻപുട്ടും 1ലാണ് നിൽക്കുന്നത്. സോ ഇറ്റ്സ് ഔട്ട്പുട്ട് വിൽ ബി 0. അതായത് പ്രീവിയസ് ഔട്ട്പുട്ട് എന്തായിരുന്നു? Q=1 Q=0 എന്നായിരുന്നു. ആ ഒരു ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ഇപ്പോഴും കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതായത് ഇറ്റ് ആക്ട് ആസ് എ മെമ്മറി എലമെൻറ്റ്. ഓക്കെ, അതായത് നമ്മൾ ഇൻപുട്ട് റിമൂവ് ചെയ്തു. ഇൻപുട്ട് റിമൂവ് ചെയ്യാന്ന് പറയുന്നത് ആക്റ്റീവ് ലോ എന്നുള്ളൊരു കൺസെപ്റ്റ് ആയതുകൊണ്ട് നമ്മളവിടെ 1 എന്നാണ് അപ്ലൈ ചെയ്തത്. ദെൻ we have obtained the same previous output in this case also. Okay, അതായത് S=0 R=1 ആയിരുന്ന സമയത്ത് S=0 R=1 ആയിരുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്താണ്? Q=1 ആൻഡ് Q=0 ആയിരുന്നു. ഓക്കെ, ദെൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോമ്പിനേഷൻ ഏതായിരുന്നു? 1 എന്നുള്ളൊരു കോമ്പിനേഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത് അല്ലേ. 0 1ന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്ത കോമ്പിനേഷൻ 1 ആയിരുന്നു. ദെൻ നമുക്ക് എന്താണ് കിട്ടിയത്? ഈ ഒരു സെയിം ഔട്ട്പുട്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയത് 1 0. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു കോമ്പിനേഷൻ 1 0 എന്നുള്ളൊരു ഇൻപുട്ട്. ഓക്കെ, ഇതൊരു സെറ്റ് ഓഫ് ഓപ്പറേഷൻ ആണ്. ദെൻ നെക്സ്റ്റ് കേസ് കൺസിഡർ ചെയ്യാണ്. കേസ് 2-ൽ ഞാൻ SR ഇൻപുട്ട്സ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് 1 ആൻഡ് 0 ആണ്. S=1 ആൻഡ് R=0 ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് വരാൻ നോക്കാം. ഓക്കെ, ദെൻ S=1 ആണ് അല്ലേ. S=1 R=0. ഓക്കെ, ദെൻ എങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക? ഒരു സിംഗിൾ ഈ ഒരു NAND ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ടിൽ 0 വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് എന്തായിരിക്കും? വി ക്യാൻ പ്രെഡിക്റ്റ് ഇറ്റ് വിത്തൗട്ട് നോയിങ് ദ സെക്കൻഡ് ഇൻപുട്ട്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1. ദെൻ ഈ ഒരു 1 ആയിരിക്കും ഇവിടേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. 1 ആൻഡ് 1 കം ടുഗദർ ആൻഡ് ദ ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 0. ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. അതായത് S=1 ആൻഡ് R=0 കൊടുത്ത സമയത്ത് നമുക്ക് എന്താണ് ഔട്ട്പുട്ട് വന്നത്? Q=0 ആൻഡ് Q=1 ആണ് വന്നത് അല്ലേ. ദെൻ ഇവിടെ നടന്ന ആക്ഷൻ എന്താണ്? Q=0 എന്ന് പറയുന്ന സമയത്ത് ലാച്ച് റീസെറ്റ് ആവുകയാണ് ചെയ്തത് അല്ലേ. അതായത് ലാച്ച് ഇവിടെ റീസെറ്റായി. നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള കോമ്പിനേഷൻ നോക്കുക. നമ്മൾ റീസെറ്റിലാണ് ലോ കൊടുത്തിട്ടുള്ളത് അല്ലേ. റീസെറ്റാണ് ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. ദ ആക്ഷൻ ഡൺ ഈസ് റീസെറ്റിംഗ് ദ ലാച്ച്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? വെൻ S=1 ആൻഡ് R=0 we will obtain the output as Q=0 and Q=1. ഓക്കെ, ദെൻ എഗെയിൻ നമ്മളിപ്പോൾ ഇൻപുട്ടിൽ 1 0 കൊടുത്തു. നമുക്ക് ഔട്ട്പുട്ടിൽ എന്തുണ്ടായി? റീസെറ്റ് എന്നുള്ളൊരു ആക്ഷനാണ് വന്നത്. അതായത് Q=0 ആണ് കിട്ടിയത്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സിറ്റുവേഷനിലിരിക്കുന്ന ഒരു ലാച്ചിൻ്റെ ഇൻപുട്ട് റിമൂവ് ചെയ്താലും ആ ഒരു സ്റ്റേറ്റ് അവിടെ റീറ്റെയിൻ ചെയ്യണം അല്ലേ. അത് റീറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ഇൻപുട്ടിലും 1 1 എന്നുള്ളൊരു ഇൻപുട്ട് അപ്ലൈ ചെയ്യണം. ആക്റ്റീവ് ലോ ആയതുകൊണ്ട് അവിടെ 1 1 അതായത് ഇൻപുട്ട് നമ്മൾ റിമൂവ് ചെയ്യുന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, ദെൻ 1 1 അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഓപ്പറേഷൻ വരുന്നുണ്ടായിരിക്കുക? ഇവിടെ നമുക്ക് രണ്ട് ഇൻപുട്ടിലും 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സെക്കൻഡ് ഇൻപുട്ട് എന്താണെന്ന് നോക്കിയിട്ട് മാത്രമേ NANDൻ്റെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ദെൻ Q=0 ആണ്. ഇറ്റ് വിൽ റീച്ച് ഹിയർ. Q=1 ആണ്. ഇറ്റ് വിൽ റീച്ച് ഹിയർ. ദെൻ ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് ഫസ്റ്റ് NAND ഗേറ്റ് വിൽ ബി ഈക്വൽ ടു 0 because both the inputs are at 1. Then ഇവിടെ നമുക്കൊരു 0 വന്നിട്ടുള്ളതുകൊണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, ദെൻ വി ഹാവ് proved that the output is same as the previous case. അതായത് ഈ ഒരു ലാച്ച് മെമ്മറി എലമെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്കിവിടെ പറയാം if 1 1 is applied after this combination we will get
ദ ഔട്ട്പുട്ട് ആസ് 0 1. അതായത് ഈ ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷന് ശേഷം നമ്മൾ 1 1 അപ്ലൈ ചെയ്തപ്പോൾ ഔട്ട്പുട്ടിൽ യാതൊരു ചേഞ്ചും ഇല്ല. അതുപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷന് ശേഷം നമ്മൾ 1 1 അപ്ലൈ ചെയ്തപ്പോഴും ഔട്ട്പുട്ടിൽ യാതൊരു ചേഞ്ചും വരുന്നില്ല, സെയിം ഔട്ട്പുട്ട്സ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ ലാസ്റ്റ് കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. S is equal to 0 and R is equal to 0. അതാണ് നമുക്ക് ലാസ്റ്റ് കൺസിഡർ ചെയ്യാനുള്ളൊരു കേസ് വരുന്നത്. Okay, when S is equal to 0 and R is equal to 0, what will happen? We know that whenever we are applying a 0 to the input of NAND gate, the output will be 1 without knowing the other input. അതായത് സെക്കൻഡ് ഇൻപുട്ട് ഏതാണെന്ന് നമുക്ക് നോക്കാൻ കൂടെ വേണ്ട, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം ഔട്ട്പുട്ട് എന്താണ്. Q will be equal to 1 and Q bar will be equal to 1. Okay, as in the previous case, this is a contradictory condition, so it is a invalid input in the case of SR latch using NAND gate. NAND ഗേറ്റ് യൂസ് ചെയ്തിട്ടുള്ള SR ലാച്ചിനകത്തെ ഇൻവാലിഡ് ഇൻപുട്ട് കേസാണ് 0 0 എന്ന് പറയുന്നത്. അതായത് ഇൻപുട്ടിൽ SR എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ടിൽ 0 0 അപ്ലൈ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് Q ഈസിക്കൽ ടു 1 ആൻഡ് Q ബാർ ഈസിക്കൽ ടു 1 ആയിരിക്കും. നമുക്ക് ഓൾവേസ് നമുക്കറിയാം ഈ രണ്ട് ഇൻപുട്ട്സും കോംപ്ലിമെൻ്ററി ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ the input combination 0 0 is invalid in the case of SR latch using NAND gate. Okay, the input combination 0 0 is invalid, or it's a not used condition. Okay, then this condition can be considered as a set condition, and this will be a memory condition, and this will be a reset condition, and this will be a memory condition. Okay, അതായത് നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു SR ലാച്ച് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വെൻ S is equal to 0 it will set the latch, and when R is equal to 0 it will reset the latch, and when both the R and S are equal to 1 it will retain the previous memory. That is, in the case of an SR latch using NAND gate, whenever we are applying a low in a particular input, that corresponding action will be done. That is, S-ൽ നമ്മളൊരു ലോ കൊടുക്കുന്ന സമയത്ത് സെറ്റ് എന്നുള്ളൊരു ആക്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടായിരിക്കുക. ആറിൽ ലോ കൊടുക്കുന്ന സമയത്ത് റീസെറ്റ് എന്നുള്ളൊരു ആക്ഷൻ ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. ഇനി രണ്ട് ഇൻപുട്ടിലും നമ്മൾ ഹൈ കൊടുക്കുന്ന സമയത്ത് പ്രീവിയസ് എന്താണോ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നത് ആ ഒരു പ്രീവിയസ് ഔട്ട്പുട്ടിൽ തന്നെ റീറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി SR ലാച്ച് യൂസിങ് NAND ഗേറ്റ്സിൽ ഇൻവാലിഡ് എന്ന് പറയുന്നൊരു കേസ് എന്ന് പറയുന്നത് 0 0 ആണ്. ഓക്കെ, ദെൻ SR latch using NOR gate and SR latch using NAND gates are very important. Then ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, അതിനെ കമ്പയർ ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ഒരു കേസ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദീസ് ഓൾ അബൌട്ട് ദ SR latches. ഓക്കെ.